Good morning dear students. നമ്മൾ ഇന്ന് ബാക്ടീരിയൽ സ്ട്രക്ചറിൽ സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഇന്റേണൽ മെംബ്രെയിൻ സിസ്റ്റംസ്, അതായത് ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന സിസ്റ്റംസ് ഏതൊക്കെയാണെന്നാണ് ആദ്യം കാണുന്നത്. ഫസ്റ്റ് വൺ ഈസ് മീസോസോംസ്. മീസോസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഇൻഫോൾഡിങ്സ് ആണ്, അകത്തോട്ട് കാണപ്പെടുന്ന മടക്കുകളാണ്. അത് ഒന്നുകിൽ വെസിക്കിൾസിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ട്യൂബ്യൂൾസ് ആയിട്ട്, അല്ലെങ്കിൽ ലാമെല്ലയായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഫിംഗർ ലൈക്ക് ഇൻഫോൾഡിങ്സ് ആണ്, നമ്മുടെ വിരലിൻ്റെ കൂട്ടുള്ള മടക്കുകളാണ്. അത് ഡിവൈഡിങ് ബാക്ടീരിയയിൽ അതിൻ്റെ സെപ്റ്റ അല്ലെങ്കിൽ ക്രോസ് വാളുമായിട്ട് ചേർന്നിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സാണ്. ഇതെന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ക്രോമസോമുമായിട്ടും ചേർന്ന് കാണപ്പെടുന്നുണ്ട്. ഇതുവരെ മീസോസോംസിൻ്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് അണ്ടർസ്റ്റുഡ് ആയിട്ടില്ല. എന്നിരുന്നാലും സെൽ ഡിവിഷനിലും റെസ്പിറേഷനിലും ഒക്കെ ഇതിന് റോളുണ്ടെന്ന് കരുതപ്പെടുന്നു. ചില സയൻറ്റിസ്റ്റ് പറയുന്നത് ഈ മീസോസോംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓർഗനലിൽ ബാക്ടീരിയയ്ക്ക് ഇല്ല. അതെന്ന് പറയുന്നത് ഈ ബാക്ടീരിയ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാവുന്ന ആർട്ടിഫാക്റ്റാണ്, അതായത് ആർട്ടിഫിഷ്യലായിട്ടുണ്ടാവുന്ന സ്ട്രക്ചേഴ്സാണ് എന്നാണ് ചില സയൻറ്റിസ്റ്റ് മീസോസോംസിനെ പറ്റി പറയുന്നത്. അപ്പോൾ മീസോസോംസ് എന്ന് പറഞ്ഞാൽ ഫിംഗർ ലൈക്ക് ഔട്ട് പുഷിങ്സ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ടുവേഴ്സ് ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിനകത്തേക്ക് തെളി നിൽക്കുന്ന ഔട്ട് പുഷിങ്സിനെയാണ് നമ്മൾ മീസോസോംസ് എന്ന് പറയുന്നത്. അതിന് റെസ്പിറേഷനിലും അതുപോലെ തന്നെ സെൽ ഡിവിഷനിലും ഒക്കെ റോളുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇനി ചില ബാക്ടീരിയയിൽ, അതായത് സയനോ ബാക്ടീരിയയിലും പർപ്പിൾ ബാക്ടീരിയയിലും ഒക്കെ ഇതുപോലെയുള്ള ഇൻഫോൾഡിങ്സ് കാണാം, മീസോസോംസിൻ്റെ കൂട്ടുള്ളത്. അത് പക്ഷേ മീസോസോംസ് അല്ല, ഫോട്ടോസിന്തസിസിന് വേണ്ടി സഹായിക്കുന്ന മെംബ്രേനിയസ് ഇൻഫോൾഡിങ്സ് ആണ്. നെക്സ്റ്റ് ഈസ് പിലി. പിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നും പുറത്തേക്ക് കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സാണ്. ഹോളോ ട്യൂബിലേക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ പിലി എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയയുടെ സെല്ലിൻ്റെ സർഫസിലേക്ക് കാണപ്പെടുന്നതാണ് പിലി എന്ന് പറയുന്നത്. ഒരു അപ്പൻഡേജാണ് പിലി എന്ന് പറയുന്നത്. ബാക്ടീരിയയ്ക്ക് രണ്ട് തരത്തിലുള്ള പിലിയാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് അറ്റാച്ച്മെൻറ്റ് പിലി അല്ലെങ്കിൽ ഫിംബ്രിയെ. സെക്കൻഡ് വൺ ഈസ് സെക്സ് പിലി അല്ലെങ്കിൽ കോഞ്ചുഗേഷൻ പിലി എന്ന് പറയും. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് പിലി അല്ലെങ്കിൽ ഫിംബ്രിയെ എന്ന് പറയുന്നത് ഷോർട്ട് ഫൈൻ ഹെയർ ലൈക്ക് അപ്പൻഡേജ് ആണ്. വളരെ നേർത്ത് മുടി പോലെ ഇരിക്കുന്ന അപ്പൻഡേജസിനെയാണ് നമ്മൾ അറ്റാച്ച്മെൻറ്റ് പിലി അല്ലെങ്കിൽ ഫിംബ്രിയെ എന്ന് പറയുന്നത്. അത് ഒരു ബാക്ടീരിയയെ ഒരു സർഫസിലേക്ക് അറ്റാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റ് സെല്ലുകളിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളതിനെ അറ്റാച്ച്മെൻറ്റ് പിലി എന്ന് വിളിക്കുന്നത്. മോട്ടിലിറ്റിയിൽ, അതായത് മൂവ്മെൻറ്റ്, ബാക്ടീരിയ മൂവ് ചെയ്യുന്നതിനകത്തിൽ ഈ അറ്റാച്ച്മെൻറ്റ് പിലിക്ക് യാതൊരു റോളുമില്ല. ഒരു ബാക്ടീരിയയാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്നും വരുന്ന ഫൈൻ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സാണ് അറ്റാച്ച്മെൻറ്റ് പിലി അല്ലെങ്കിൽ ഫിംബ്രിയ. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ബാക്ടീരിയ അറ്റാച്ച് ചെയ്തിരിക്കാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് സെക്സ് പിലി അല്ലെങ്കിൽ കോഞ്ചുഗേഷൻ പിലി. സെക്സ് പിലി അല്ലെങ്കിൽ കോഞ്ചുഗേഷൻ പിലി എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് പിലിയേക്കാൾ നീളമുള്ള ലോങ് ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിരിക്കും. അത് പ്രോട്ടോപ്ലാസം, രണ്ട് മേറ്റിംഗ് ബാക്ടീരിയ തമ്മിൽ അവരുടെ പ്രോട്ടോപ്ലാസം എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ഈ സെക്സ് പിലി അല്ലെങ്കിൽ കോഞ്ചുഗേഷൻ പിലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറച്ചുകൂടെ വലുതാണ്, വലിയ ഹോളോ ട്യൂബാണ്. അത് രണ്ട് ബാക്ടീരിയകൾ തമ്മിലുള്ള പ്രോട്ടോപ്ലാസം, രണ്ട് ബാക്ടീരിയ തമ്മിൽ കണക്ട് ചെയ്തിട്ട് രണ്ട് ബാക്ടീരിയയുടെയും പ്രോട്ടോപ്ലാസം തമ്മിൽ കണക്ഷൻ വരാനായിട്ട് സഹായിക്കുന്ന സ്ട്രക്ചർ അപ്പൻഡേജാണ് സെക്സ് പിലി അല്ലെങ്കിൽ കോഞ്ചുഗേഷൻ പിലി. അപ്പോൾ കോഞ്ചുഗേഷനിൽ സഹായിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കോഞ്ചുഗേഷൻ പിലി എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത, അറ്റാച്ച്മെൻറ്റ് പിലി എണ്ണത്തിൽ വളരെ കൂടുതലാണ്. ഒത്തിരിയേറെ ബാക്ടീരിയയുടെ സർഫസിൽ മൊത്തം ഞാൻ വരച്ച് കാണിച്ചായിരുന്നു. അതേസമയം ഈ കോഞ്ചുഗേഷൻ പിലി അല്ലെങ്കിൽ സെക്സ് പിലി എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ വളരെ കുറവാണ്, 1, 2, 3 ഒക്കെ കാണത്തുള്ളൂ. അതുപോലെ ഇതിൻ്റെ കോഞ്ചുഗേഷനെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് അതിൻ്റെ ജനറ്റിക് ഇൻഫോർമേഷൻ പാസ് ചെയ്യാനായിട്ട്, അത് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതാണ് കോഞ്ചുഗേഷൻ പിലിയുടെ പ്രത്യേകത. അപ്പം രണ്ട് ബാക്ടീരിയ സെല്ലാണ് വരച്ചേക്കുന്നത്. അതിൽ കാണിച്ചേക്കുന്നത് പ്ലാസ്മിഡാണ്. ഒരു ബാക്ടീരിയയിൽ പ്ലാസ്മിഡുണ്ട്, മറ്റൊരു ബാക്ടീരിയയിൽ പ്ലാസ്മിഡില്ല. അപ്പോൾ രണ്ട് ബാക്ടീരിയയും സെക്സ് പിലി വഴി അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവ തമ്മിലൊരു കോഞ്ചുഗേഷൻ ട്യൂബ് ഉണ്ടാക്കുന്നു. ഈ കോഞ്ചുഗേഷൻ ട്യൂബിലൂടെ ഈ പ്ലാസ്മിഡ് ഉള്ള ബാക്ടീരിയയിൽ നിന്നും അതിൻ്റെ ഔട്ടർ പ്ലാസ്മിഡ് ഈ രണ്ടും തമ്മിൽ കണക്ഷൻ വരും. അടുത്ത് വരുമ്പോഴത്തേക്കിന് ഈ സെക്സ് പിലി തമ്മിൽ ഒരു ട്യൂബിലേക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുക. അതിനെയാണ് കോഞ്ചുഗേഷൻ ട്യൂബ് എന്ന് പറയുന്നത്.
അപ്പോൾ അതുവഴി ഈ ഒരു പ്ലാസ്മിഡ് 2 ഡബിൾ സർക്കിൾ ഉള്ളതിൽ ഒരു സർക്കിൾ ഈ കോഞ്ചുഗേഷൻ ട്യൂബ് വഴി അടുത്ത ബാക്ടീരിയയിലേക്ക് എത്തുന്നു. അതാണ് കോഞ്ചുഗേഷൻ എന്നുള്ള പ്രോസസ്സ്. അതിനെ സഹായിക്കുന്ന പിലിയെ നമ്മൾ കോഞ്ചുഗേഷൻ പിലി എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് ഫ്ലജല്ല. നമുക്കറിയാവുന്ന പകുതിയിൽ കൂടുതൽ ബാക്ടീരിയയും മോട്ടൈലാണ്, അതായത് മോട്ടിലിറ്റി കാണിക്കുന്ന ബാക്ടീരിയയാണ്. അപ്പോൾ അവർക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഫ്ലജല്ല എന്ന് പറയുന്നത്. അപ്പം മോട്ടിലിറ്റിക്ക് സഹായിക്കുന്ന അപ്പൻഡേജസ് ആണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. ഈ ഫ്ലജല്ല എന്ന് പറയുന്നത് എല്ലാ ബാക്ടീരിയയിലും കാണപ്പെടണമെന്നില്ല. ഫ്ലജല്ല ഉള്ള ബാക്ടീരിയയിൽ അതിൻ്റെ എണ്ണം ചിലപ്പോൾ 1 ആവാം, ചിലപ്പോൾ 2 ആവാം, അല്ലെങ്കിൽ ഒത്തിരിയേറെ ഫ്ലജല്ല ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മളതിനെ മോണോട്രിക്കസ് എന്ന് പറയും, 2 എണ്ണമാണെങ്കിൽ ഡൈട്രിക്കസ് എന്ന് പറയും, ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മളതിനെ ആംഫിട്രിക്കസ് എന്നാണ് പറയുന്നത്. അപ്പം ഫ്ലജല്ലയുടെ ബേസിൽ നമ്മൾ ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇനി ഈ പ്രൊക്യാരിയോട്ടിക് ഫ്ലജല്ല എന്ന് പറയുന്നത് യുക്യാരിയോട്ടിക് ഫ്ലജല്ലയിൽ നിന്ന് സ്ട്രക്ചറിലും അതിൻ്റെ ക്യാരക്ടേഴ്സിലും ഒക്കെ ഒത്തിരിയേറെ ഡിഫറെൻ്റ് ആണ്. പ്രൊക്യാരിയോട്ടിക് ഫ്ലജല്ല ലോങ് അപ്പൻഡേജസ് ആണ്. അതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സൈറ്റോപ്ലാസത്തിൻ്റെ സൈറ്റോപ്ലാസ്മിക് മെമ്പറൈനിലേക്ക്, അതായത് സെൽ മെമ്പറൈനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള മോട്ടർ കാണപ്പെടുന്നു. അപ്പോൾ ആ മോട്ടർ വഴിയാണ് ഈ ഫ്ലജല്ല കറങ്ങി ബാക്ടീരിയ പ്രൊപ്പൽ ചെയ്യിക്കുന്നത്, ബാക്ടീരിയ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് ഫ്ലജല്ലയുടെ സ്ട്രക്ചർ. അപ്പോൾ ഫ്ലജല്ല ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീനെ പറയുന്ന പേരാണ് ഫ്ലജെല്ലിൻ. അപ്പം ഫ്ലജല്ല ഒരു പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചറാണ്. അതിലുണ്ടാക്കിയിരിക്കുന്ന ഇൻഡിവിജ്വൽ സബ് യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് ഫ്ലജെല്ലിൻ. ഒരു ഫ്ലജല്ല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫിലമെൻ്റ് ഉണ്ട്, പിന്നെ നടുഭാഗത്തൊരു ഹുക്കുണ്ട്, താഴെ ബേസൽ ബോഡി. അപ്പം വെളിയിലോട്ട് കാണപ്പെടുന്ന പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഫിലമെൻറ്റിനെ താഴെ, അതായത് സൈറ്റോപ്ലാസ്മിക് മെമ്പറൈനിലുള്ള ബേസൽ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഹുക്ക് എന്ന് പറയുന്നത്. ഹുക്ക് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് കേർവ്ഡ് പാർട്ടാണ് ദാറ്റ് ലിങ്ക് ദ ഫിലമെൻറ്റ് ടു ദ ബേസൽ ബോഡി. ഫിലമെൻറ്റിനെ ബേസൽ ബോഡിയിലേക്ക് കണക്ട് ചെയ്ത് നിർത്തുന്ന ഭാഗമാണ് ഹുക്ക് എന്ന് പറയുന്നത്. ബേസൽ ബോഡി എന്ന് പറയുന്നത് അതിൻ്റെ സൈറ്റോപ്ലാസ്മിക് മെമ്പറൈനിലേക്ക് എംബഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ഈ ബേസൽ ബോഡിയിലുള്ള മോട്ടോർ അപ്പാരറ്റസ് ആണ് ഈ ഫ്ലജല്ല മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലജല്ലയുടെ മൂവ്മെൻറ്റ് വഴിയാണ് ഈ ബാക്ടീരിയയ്ക്ക് ഒരു ഫ്ലൂയിഡ് എൻവയോൺമെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിം ചെയ്യാനായിട്ട് പറ്റുന്നത്. പ്രൊക്യാരിയോട്ടിക് ഫ്ലജല്ല എന്ന് പറയുമ്പോൾ ഏകദേശം വളരെ ചെറിയ സ്ട്രക്ചറാണ്. അത് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. 20 നാനോമീറ്റർ വരെ അതിൻ്റെ ഡയമീറ്റർ വരുന്നുള്ളൂ. യുക്യാരിയോട്ടിക് ഫ്ലജല്ലയിൽ നിന്നും പ്രൊക്യാരിയോട്ടിക് ഫ്ലജല്ല ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രൊക്യാരിയോട്ടിക് ഫ്ലജല്ലയെ കവർ ചെയ്തുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടായിരിക്കില്ല. In prokaryotic flagella, it is not covered by means of plasma membrane. Prokaryotic flagella കവർ ചെയ്തുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ കാണപ്പെടുന്നില്ല. അപ്പം ഫ്ലജല്ലയുടെ സ്ട്രക്ചർ നമുക്ക് ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ നോക്കാം. ഇതാണ് ഫ്ലജല്ലയുടെ സ്ട്രക്ചർ. അപ്പോൾ ഫ്ലജല്ല അതിൻ്റെ ബാക്ടീരിയയുടെ എൻ്റയർ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഒരു വിപ്പ് ലൈക്ക് ലോങ് സ്ട്രക്ചറാണ് ഫ്ലജല്ല. അത് മാർക്ക് ചെയ്തേക്കുന്നുണ്ടല്ലോ, ബാക്ടീരിയയുടെ സർഫസിൽ കാണുന്ന വിപ്പ് ലൈക്ക് സ്ട്രക്ചർ. ആ ഫ്ലജല്ല അത് നമ്മൾ അതിനെ ഒന്ന് ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സെൽ വാൾ ഒന്ന് മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സെൽ വാളിൻ്റെ സൈറ്റോപ്ലാസ്മിക് മെമ്പറൈനിലേക്ക് അറ്റാച്ച്ഡാണ് അതിൻ്റെ ബേസൽ ബോഡി എന്ന് പറയുന്ന ഭാഗം. ആ ബേസൽ ബോഡിയിലാണ് അത് കറങ്ങാനുള്ള മോട്ടർ ഫിറ്റ് ചെയ്തേക്കുന്നത്. അതിൽ നിന്നും വരുന്ന ഭാഗമാണ് കേർവ്ഡ് ആയിട്ടുള്ള ഷോർട്ട് പോർഷനാണ് ഹുക്ക് എന്ന് പറയുന്നത്. ഹുക്കിന് മുകളിൽ ഇരിക്കുന്ന വെളിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഫിലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ കാണുന്ന ഫ്ലജല്ലയുടെ മേജർ പോർഷനും ഈ ഫിലമെൻ്റ് എന്ന് പറയുന്ന പോർഷനായിരിക്കും. നെക്സ്റ്റ് ഈസ് സൈറ്റോപ്ലാസം. അപ്പം ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ സെൽ മെമ്പറൈനകത്ത് കാണുന്ന സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അതിൽ ഏറിയ പങ്കും വെള്ളമായിരിക്കും. വാട്ടർ കൂടാതെ ഡിസോൾഡ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള സോൾട്ടും പ്രോട്ടീൻസും എൻസൈംസും ലിപ്പിഡ്സും മറ്റു വേണ്ട ബയോകെമിക്കൽസും എല്ലാം തന്നെ ഈ സൈറ്റോപ്ലാസത്തിൽ അടങ്ങിയിരിക്കും. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ പ്രത്യേകിച്ച് വലിയ ഓർഗനൽസ് ഒന്നുമില്ല. കാരണം പ്രൊക്യാരിയോട്ടിക് സെല്ല് യുക്യാരിയോട്ടിക് സെല്ല് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നുണ്ടെങ്കിലും പ്ലാസ്മ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസ് അതിൽ ആബ്സെൻ്റ് ആണ്. ഒത്തിരിയേറെ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സോ ഓർഗനൽസോ ഒന്നും തന്നെ ബാക്ടീരിയൽ
സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്നില്ല. അപ്പോൾ ഈ ബാക്ടീരിയ പിന്നെ എങ്ങനെയാണ് ഈ ഫംഗ്ഷനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സൈറ്റോപ്ലാസത്തിൽ ചിതറിക്കിടക്കുന്ന ചില എൻസൈം സിസ്റ്റംസും അതുപോലെ പ്ലാസ്മ മെംബ്രെയിനിൻ്റെ ഭാഗങ്ങളുമാണ് യുക്കാരിയോട്ടിലെ മേജർ ഫങ്ഷൻസ് എല്ലാം തന്നെ ബാക്ടീരിയയിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് വളരെ കുറവായിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസിൽ ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലാണ്. ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ബാക്ടീരിയയുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA ആണ്. DNA സർക്കുലറും കണ്ടിന്യൂസും ആയതുകൊണ്ട് നമ്മളതിനെ എൻലെസ് ക്രോമസോം എന്നാണ് വിളിക്കുന്നത്. എൻലെസ് ആണ്, അറ്റം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, സർക്കുലറാണ്. പിന്നെ അത് നേക്കഡാണ്, അതിന് പ്രോട്ടീനുമായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. നമ്മുടെയൊക്കെ ക്രോമസോം എന്ന് പറയുമ്പോൾ ഹിസ്റ്റോൺ പ്രോട്ടീൻസുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതേസമയം ബാക്ടീരിയയുടെ ക്രോമസോമിൽ പ്രോട്ടീൻസ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ അത് പിന്നെ പ്ലാസ്മ മെംബ്രെയിൻ ആയിട്ട് ബൗണ്ട് ചെയ്തിട്ടില്ല, അതായത് ഒരു ട്രൂ ന്യൂക്ലിയസ് കാണുന്നില്ല. ഈ ക്രോമസോമിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിനിയസ് സ്ട്രക്ചർ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളതിനെ പ്രൊക്യാരിയോൺ എന്നാണ് പറയുന്നത്. ഒരു ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ബാക്ടീരിയൽ ക്രോമസോം അല്ലെങ്കിൽ ബാക്ടീരിയൽ ജീനോമിനെ നമ്മൾ പ്രൊക്യാരിയോൺ എന്നാണ് പറയുന്നത്. ട്രൂ ന്യൂക്ലിയസ് ഇല്ല, അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആണ് എന്ന് സാരം. പിന്നെ ഈ ബാക്ടീരിയൽ ക്രോമസോം ഇരിക്കുന്ന, അതായത് ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇന്നടത്ത് എന്ന് പറയാനൊക്കത്തില്ല, സ്പ്രെഡ് ചെയ്തിട്ടാണ് ബാക്ടീരിയയുടെ ക്രോമസോം കാണപ്പെടുന്നത്. അങ്ങനെ ബാക്ടീരിയയുടെ ക്രോമസോം സ്പ്രെഡ് ചെയ്ത് കാണപ്പെടുന്ന ആ റീജിയനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. അപ്പോൾ ബാക്ടീരിയൽ ക്രോമസോം ഇരിക്കുന്ന റീജിയൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ക്രോമസോമിനെ തന്നെ പറയുന്ന പേരാണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. പിന്നെ ബാക്ടീരിയൽ ക്രോമസോം അതിൻ്റെ സെല്ലിൻ്റെ, നമ്മൾ സാധാരണ ഒരു സെല്ല് വരച്ചാൽ അതിൻ്റെ തൊട്ട് നടുക്കായിട്ട് നമ്മൾ അതിൻ്റെ ന്യൂക്ലിയസ് വരയ്ക്കും, അതിനകത്തിലാണ് ക്രോമസോം കാണിക്കുന്നത്. ഇവിടെ ഒരു ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു കൃത്യമായ ഒരു സെൻറ്ററിലാണ് ഈ ന്യൂക്ലിയോയിഡ് ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അത് സെൻറ്ററിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് സെൽ മെംബ്രെയിനടുത്തേക്ക്, അതായത് പ്ലാസ്മ മെംബ്രെയിനിന് അടുത്തേക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്തിട്ടായിരിക്കും ബാക്ടീരിയൽ ക്രോമസോം കാണപ്പെടുന്നത്. അപ്പോൾ ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA മോളിക്യൂളാണ്. പ്രോട്ടീൻസ് ഇല്ല, അതിനെ ബൗണ്ട് ചെയ്തുകൊണ്ടൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അതുകൊണ്ട് അതിനെ നമ്മൾ പ്രൊക്യാരിയോൺ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സെല്ലിനെ നമ്മൾ പ്രൊക്യാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. പിന്നെ ബാക്ടീരിയൽ ക്രോമസോം കാണപ്പെടുന്ന റീജിയനെ നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞു. അത് സെൻറ്ററിൽ നിന്ന് സ്ലൈറ്റായിട്ട് ഡിസ്പ്ലേസ് ചെയ്ത് പ്ലാസ്മ മെംബ്രെയിൻ അടുത്തേക്കായിരിക്കും കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമസോം കൂടാണ്ട് ബാക്ടീരിയയിലുള്ള എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയലിനെയാണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ്, DNA തന്നെയാണ്. അപ്പോൾ സർക്കുലർ ആയിട്ടുള്ള DNA മോളിക്യൂൾസാണ്. അതിലും ജീനുകളുണ്ട്. അപ്പം അതിൻ്റെ ജീനോമിക് DNA, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ബാക്ടീരിയൽ ക്രോമസോമിൽ ഇല്ലാത്ത പല ജീനുകളും അതിൻ്റെ എക്സ്ട്രാ ക്രോമസോമലായ, അതായത് ക്രോമസോമിന് വെളിയിൽ കാണുന്ന ഈ പ്ലാസ്മിഡിൽ കാണപ്പെടുന്നു. ഉള്ള ജീനുകൾ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളുണ്ട്. അതുപോലെ ഫെർട്ടിലിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളുമൊക്കെ പ്ലാസ്മിഡ്സിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബാക്ടീരിയയിൽ പ്ലാസ്മിഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വേരി ചെയ്യും. ചില ബാക്ടീരിയയിൽ ഒരു പ്ലാസ്മിഡേ കാണപ്പെടത്തുള്ളൂ, ചിലതിൽ 100 കണക്കിന് പ്ലാസ്മിഡ് കാണപ്പെടും. അപ്പോൾ എല്ലാ ബാക്ടീരിയയിലും പ്ലാസ്മിഡ് കാണപ്പെടണമെന്നുമില്ല. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഓട്ടോ റെപ്ലിക്കേഷൻ, അതായത് സെൽഫ് റെപ്ലിക്കേഷന് ഉള്ള കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഈ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ബാക്ടീരിയയുടെ ക്രോമസോം റെപ്ലിക്കേറ്റ് ചെയ്യുന്നതുമായിട്ട് പ്ലാസ്മിഡിൻ്റെ ക്രോമസോമൽ റെപ്ലിക്കേഷന് യാതൊരു ബന്ധവുമില്ല. സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് നമ്പർ എത്ര വേണേലും കൂട്ടാൻ കഴിവുള്ള എക്സ്ട്രാ ക്രോമസോമൽ മെറ്റീരിയലാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. പ്ലാസ്മിഡ് മറ്റൊരു സെല്ലിൽ നിന്നും, അതായത് പ്ലാസ്മിഡ് ഉള്ള ഒരു സെല്ലിൽ നിന്നും പ്ലാസ്മിഡ് ഇല്ലാത്തൊരു സെല്ലിലേക്ക് അതിനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോഞ്ചുഗേഷൻ എന്ന് പറയുന്നത്. അതുപോലെ പ്ലാസ്മിഡിൻ്റെ മറ്റൊരു പ്രത്യേകത, അത് ജീൻ ട്രാൻസ്ഫർ, അതായത് ജനറ്റിക് എൻജിനീയറിങ്ങിലൊക്കെ ജീൻ ട്രാൻസ്ഫർ പ്രോസസ്സിൽ വെക്റ്റേഴ്സായിട്ട്, ക്യാരിയേഴ്സായിട്ട് ഒരു ജീനിനെ ഒരു പ്രൊക്യാരിയോട്ടിക് സെല്ലിൽ നിന്ന് മറ്റൊരു പ്രൊക്യാരിയോട്ടിക് സെല്ലിലേക്ക് ജീനുകളെ ക്യാരി ചെയ്യാനായിട്ട് പ്ലാസ്മിഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാസ്മിഡ്സ്. പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയലാണ്. ക്രോമസോമിന് പുറമെ, ബാക്ടീരിയൽ ക്രോമസോമിന് പുറമെ
വെളിയിൽ കാണുന്ന ഡബിൾ സ്ട്രാൻഡഡ് സർക്കുലർ DNA ആണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അതിലുള്ള ജീൻ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ക്രോമസോമിലുള്ള ജീനുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനും ഫെർട്ടിലിറ്റിക്ക് വേണ്ട ജീനുകളും ഒക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ക്രോമസോമൽ മെറ്റീരിയലാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വെക്റ്റേഴ്സായിട്ട് ജീൻ ട്രാൻസ്ഫർ ടെക്നിക്സിൽ പ്ലാസ്മിഡ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. റൈബോസോംസ് ബാക്ടീരിയയിൽ ഏക മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ എന്ന് പറയുന്നത് റൈബോസോംസ് ആണ്. റൈബോസോംസ് എന്ന് പറയുമ്പം പ്രൊക്യാരിയോട്ടിൽ, അതായത് ബാക്ടീരിയയിലുള്ള റൈബോസോംസിനെ നമ്മൾ 70S എന്നാണ് പറയുന്നത്. സെഡ്ബർഗ് യൂണിറ്റ് ആണ് S എന്ന് പറയുന്നത്. സെഡിമെൻറ്റേഷൻ കോയിഫിഷ്യൻ്റ് ആണ് S എന്ന് പറയുന്നത്. അപ്പോൾ ഈ 70S ആയിട്ടുള്ള റൈബോസോം നോക്കിക്കഴിഞ്ഞാൽ അതിന് 2 സബ് യൂണിറ്റ്സ് ഉണ്ട്. ഒരു ലാർജർ സബ് യൂണിറ്റും സ്മോളർ സബ് യൂണിറ്റും. ലാർജർ സബ് യൂണിറ്റിനെ 50S സബ് യൂണിറ്റ് എന്നും സ്മോളർ സബ് യൂണിറ്റിനെ 30S സബ് യൂണിറ്റ് എന്നുമാണ് പറയുന്നത്. ഈ 2 സബ് യൂണിറ്റും ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻസും റൈബോസോമൽ RNAയും കൊണ്ടാണ്. റൈബോസോംസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തറ്റിക് അപ്പാരറ്റസ് ആണ് റൈബോസോംസ് എന്ന് പറയുന്നത്. അപ്പോൾ റൈബോസോമിൻ്റെ പ്രത്യേകത എന്താ? മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആണ്. ബാക്ടീരിയയിൽ കാണുന്ന ഏക മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആണ്. പ്രൊക്യാരിയോട്ടിക് റൈബോസോമിനെ 70S എന്നാണ് പറയുന്നത്. ഒരു ലാർജർ സബ് യൂണിറ്റ് ആയിട്ടുള്ള 50Sഉം സ്മോളർ സബ് യൂണിറ്റ് ആയിട്ടുള്ള 30Sഉം കാണപ്പെടുന്നു. ഈ റൈബോസോംസ് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻസും അതുപോലെ തന്നെ റൈബോസോമൽ RNAയും കൊണ്ടാണ്. പ്രോട്ടീൻ സിന്തറ്റിക് അപ്പാരറ്റസ് ആണ് റൈബോസോംസ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ. അപ്പം ഒരു ബാക്ടീരിയയുടെ എൻ്റയർ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. താഴെ ഒന്ന് നോക്കിയേ, അതിൻ്റെ വെളിയിലൊരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സ്ലൈം ലെയർ എന്ന് കാണിച്ചിട്ടുണ്ട്. അതെല്ലാ ബാക്ടീരിയയിലും കാണപ്പെടുന്നില്ല. ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സ്ലൈം ലെയർ എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയയുടെ സെൽ വോളിനൊരു പ്രൊട്ടക്ഷൻ എന്നോണം ചില ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഒരു ലെയറാണ്. അത് പോളിസാക്കറൈഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ലെയറാണ്. അതിനെയാണ് നമ്മൾ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സ്ലൈം ലെയർ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അതിൻ്റെ സെൽ വോള്. അതിനും താഴെയായിട്ട് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. അതിനകത്തിരിക്കുന്ന ഫ്ലൂയിഡ് മെറ്റീരിയലാണ് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ. സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഫസ്റ്റ് അതിൻ്റെ മെയിനായിട്ടുള്ള അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ക്രോമസോം എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്താണ് കാണപ്പെടുന്നത്. സർക്കുലർ ആണെങ്കിലും സ്പ്രെഡ് ചെയ്താണ് കാണപ്പെടുന്നത്. അത് ഒത്ത നടുക്കല്ല, ഏകദേശം പ്ലാസ്മ മെംബ്രെയിനോട് ചേർന്നിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ അടുത്ത സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന പിലി അല്ലെങ്കിൽ ഫിംബ്രി അറ്റാച്ച്മെൻറ്റിന് സഹായിക്കുന്നു. സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന മറ്റൊരു സ്ട്രക്ചറാണ് റൈബോസോംസ്. അത് നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ സിന്തറ്റിക് അപ്പാരറ്റസ് ആണെന്ന് പറഞ്ഞു. അതാണ് ഏക മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ എന്നും പറഞ്ഞു. പിന്നെ സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ് ആയിട്ട് കുറേ ഫുഡ് ഗ്രാനുൾസും അത് മറ്റുള്ള മോളിക്യൂൾസും ഒക്കെ സൈറ്റോപ്ലാസത്തിൽ കാണും. mRNA അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിൽ നിന്ന് വെളിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന മോട്ടിലിറ്റിക്ക് സഹായിക്കുന്ന അപ്പൻഡേജിനെയാണ് നമ്മൾ ഫ്ലജെല്ലം എന്ന് പറയുന്നത്. ഫ്ലജെല്ല അതിൻ്റെ സിംഗുലറാണ് ഫ്ലജെല്ലം. അപ്പോൾ അത് ലോക്കോമോഷന് വേണ്ടി സഹായിക്കുന്ന അപ്പൻഡേജാണ്. പിന്നെ ഇത്രയാണ് മെയിനായിട്ട്. പിന്നെ പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ സ്ട്രക്ചറാണ് പ്ലാസ്മിഡ്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്ടീരിയയുടെ മെയിനായിട്ടുമുള്ള സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയൽ സെൽ വാൾ. ബാക്ടീരിയയുടെ സെൽ വാൾ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞതാണ്. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്നും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നും സെൽ വോളിന് അനുസൃതമായിട്ട് ബാക്ടീരിയ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ ഫിഗറാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ ഫസ്റ്റ് അതിൻ്റെ സെൽ വോൾ അല്ലെങ്കിൽ അതിൻ്റെ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ. സെൽ വോൾ നമുക്കറിയാം, അതിനകത്ത് പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ എന്ന് പറയുന്നത് ഭയങ്കര തിക്കാണ്. ഏകദേശം 40 ലെയേഴ്സോളം പെപ്റ്റിഡോഗ്ലൈക്കൺ ലേയേഴ്സ് ഉണ്ട്. ആ മഞ്ഞ കട്ട പോലെ അടുക്കി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ എന്ന് പറഞ്ഞാൽ. തൊട്ട് താഴെയായിട്ട് അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ കാണിച്ചിരിക്കുന്നു. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ലിപ്പിഡ് ബൈലെയർ ആണ്. അതിൽ ഇൻട്രിൻസിക് പ്രോട്ടീൻസും ഒക്കെ ഉണ്ട്. അതാണ് ഗ്രാം പോസിറ്റീവ്. ഇനി റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെയാണ്. അവിടെ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ, ആ മഞ്ഞ പോർഷൻ എന്ന് പറയുന്നത്, അതായത് സെൽ വോൾ എന്ന് പറയുന്നത് വളരെ തിന്നാണ്. അതായത് പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ വളരെ തിന്നാണ്. തൊട്ട് താഴെയായിട്ട് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ ഇതുപോലെ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പക്ഷേ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ തിന്നായിട്ടുള്ള സെൽ വോളിന് പുറത്ത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്.
ഈ ഔട്ടർ മെംബ്രെയിൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ മാത്രമേ ഉള്ളൂ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ അത് ആബ്സെൻ്റ് ആണ്.